നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുന്നതാണ് എല്ലാ മതങ്ങളും. അത് ഹൈന്ദവ മതമായാലും ഇസ്ലാം മതമായാലും യഹൂദ മതമായാലും ബുദ്ധിസമായാലും സിഖ് മതമായാലും ക്രൈസ്തവ മതമായാലും എല്ലാം മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്നതാണ്. ഈ മരണത്തിൽ ഈ ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും സഹനങ്ങളും ഉണ്ടായാലും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് ആനന്ദിക്കുമെന്നുമാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുക. ആ മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശോയാണ് ഏക രക്ഷകൻ. ആ ഈശോ നമുക്ക് വേണ്ടി നമ്മുടെ ശത്രു എന്ന് പറഞ്ഞാൽ ഏക ശത്രു പിശാചാണ്. ആ സാത്താനെ കീഴടക്കിക്കൊണ്ട് മരണത്തെ കീഴടക്കിക്കൊണ്ട് ഈശോയെ കുരിശിൽ തറച്ചെങ്കിലും ഈശോ മരിച്ച് അടക്കപ്പെട്ടെങ്കിലും അവിടുന്ന് മൂന്നാമതിനും ഉയർത്തെഴുന്നേറ്റതിൻ്റെ വിജയം നമ്മൾ ആഘോഷിക്കുകയാണ്. ഒരു കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബനാഥയുടെ നേട്ടം ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മൊത്തം സന്തോഷം വിജയം ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നയിക്കുന്ന ക്രിസ്തുനാഥൻ്റെ വിജയം എല്ലാ വിശ്വാസികളെയും സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ ആനന്ദത്തിൻ്റെ വിജയത്തിൻ്റെ ദിനമാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ തിരുനാളായിട്ട് ഈസ്റ്റർ അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. ഈ ഈസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് എങ്കിലും ഒന്ന് അത് വരുന്നത് ഈസ്റ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, അതായത് കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു. അപ്പോൾ സൂര്യനും ഈശോയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കാലത്ത് മനുഷ്യൻ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ആരാധിച്ചിരുന്നു. നമ്മളാരും സൂര്യനെ ആരാധിക്കുന്നവരല്ല. എന്നാൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അതായത് ഈ ലോകം ആത്മീയമായ അന്ധകാരത്തിൽ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് മാർഗദീപമായിട്ട് നിൽക്കുന്നത് ഈശോയാണ്. പഴയ നിയമത്തില് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായ ഇസ്രായേൽ ജനത്തെ ദീപസ്തംഭമായിട്ട് ദൈവം രാത്രികാലങ്ങളിൽ നയിച്ചതുപോലെ ആത്മീയമായ ഈ രാത്രികാലങ്ങളിൽ നമ്മെ നയിക്കുന്നത് ഈശോയാണ്. നമ്മൾ എല്ലാവരും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്, നേരം വെളുക്കും. അതായത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ സൂര്യൻ വീണ്ടും കിഴക്ക് ഉദിക്കും. സൂര്യനോട് ഈശോയെ സമാനപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമത്തിലെ ഒരു വചനമുണ്ട്. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ ദിനം ആസന്നമാകുമ്പോൾ അന്ന് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. The sun of righteousness will rise. അതായത് എന്റെ നാമത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ആ നാമത്തിനെ അനുസരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും അവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദയം ചെയ്യും. ആ സൂര്യനെയാണ് നമ്മൾ കാണുക. അതായത് ഈ അന്ധകാരത്തിൽ ഈ ഭൂമിയെ മൊത്തം പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന ഒറ്റ ഗോളം മതി, അത് സൂര്യനാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന ഒറ്റ കാണയുള്ളൂ, അതാണ് ഈശോ മിശിഹ. അതുകൊണ്ട് നമ്മൾ ഉറങ്ങിയ ശേഷം ഉണരുമെന്ന പ്രത്യാശയുള്ളതുപോലെയാണ് നമ്മൾ ഉറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മരിച്ചാലും നമ്മളെ ഉണർത്തുവാനായി ഈശോ വരും. കാരണം ഈശോ സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റു. ലാസറിനെ ഉയർപ്പിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ അല്ല, മറിച്ച് ഇവിടെ എക്കാലവും ജീവിക്കുന്ന രീതിയിൽ ഇന്ന് നമുക്കൊക്കെ പ്രായം ചെല്ലുന്നതനുസരിച്ച് സൗന്ദര്യമൊക്കെ കുറയുന്നുണ്ടാകും. ചിലർക്ക് കുറവുകളുണ്ട്, വൈകല്യങ്ങളുണ്ട്, മുടി നരയ്ക്കുന്നുണ്ട്, നമ്മളിതൊക്കെ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ പൂർണ്ണതയുള്ള സൗന്ദര്യമുള്ള വ്യക്തികളായിട്ടാണ് എല്ലാവരും പുനർജീവിക്കുവാൻ പോകുന്നത്. അതാണ് കർത്താവിന്റെ ആ പരസ്യ ജീവിതത്തെ ശരീരമല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ മിശിഹായുടെ രൂപം ശരീരം മറ്റൊന്നാണ്. അതുകൊണ്ട് പരിമിതികളില്ലാത്ത ഒരു മഹത്വപൂർണമായ ശരീരത്തോടുകൂടി കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിന് പ്രതീകമായിട്ടാണ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മുറികളിലൊക്കെ സാധാരണ പ്രാർത്ഥനാ മുറികളിൽ തിരുസ്വരൂപങ്ങൾ വെക്കുന്നത് കിഴക്ക് ഭാഗത്താണ്. കാരണം കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ദേവാലയങ്ങൾ പരമ്പരാഗതമായിട്ട് പണിതുകൊണ്ടിരുന്നതും മധുബ കിഴക്ക് ഭാഗത്തേക്ക് വരത്തക്ക വിധത്തിലാണ്. കാരണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് സൂര്യനെ ആരാധിക്കുവാനല്ല, മറിച്ച് സൂര്യൻ പ്രതിദാനം ചെയ്യുന്ന ആ മഹത്വപൂർണമായ ഈശോയുടെ പ്രത്യാഗമനമാണ്
നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നമ്മൾ കുരിശുരൂപത്തെ നോക്കി കർത്താവിന്റെ പീഡാസഹനത്തെ കുറിച്ച് പ്രാർത്ഥിച്ചാൽ, കർത്താവിന്റെ തിരുസാന്നിധ്യമുള്ള സക്രാരിയിലേക്ക് പ്രാർത്ഥിച്ചാൽ, അതിന് മുകളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈശോയുടെ രണ്ടാമത്തെ ആഗമനമാണ് നമ്മൾ എന്നും പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ കിഴക്കോട്ട് തിരിഞ്ഞ് അടക്കും. എൻ്റെ കാല് കിഴക്ക് വരും, തല പടിഞ്ഞാറ് വരും. കാരണം അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നീതിസൂര്യനായ ഈശോയെ കാണുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഉയർപ്പ് തിരുനാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ തിരുനാളാണ്. ഈ പ്രത്യാശയുടെ തിരുനാളില് ഭൗതിക ലോകം തന്നെ വളരെയേറെ പ്രതീകങ്ങൾ നമുക്ക് നൽകുന്നതെല്ലാം ഈ സ്പ്രിംഗ് കാലഘട്ടത്തിലാണ് നമ്മൾ തിരുനാൾ ആഘോഷിക്കുക. അതായത് എല്ലാം ഒന്ന് പുനർജനിക്കുന്ന അവസരമാണ്. വിന്ററിൽ എല്ലാം തന്നെ നശിച്ചു. നമ്മളിവിടെ പറയും, നമ്മൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പേരത്തൈ പോയി, എൻ്റെ മുന്തിരിച്ചെടി പോയി, എല്ലാ ചെടികളും പോയി. പക്ഷേ ഇതെല്ലാം വിലയിൽ എടുത്തു വരും. ഡോർമെന്റ് ആയിട്ട് കിടക്കുന്ന ഈ ഭൂമിക്കടിയിലെ വിത്തുകളെല്ലാം വീണ്ടും പൊട്ടിമുളയ്ക്കും. അത് വീണ്ടും ഫലം കായ്ക്കും എന്ന് പറഞ്ഞതുപോലെ പ്രതീക്ഷയുടെ, അതായത് പുനർജന്മത്തിന്റെ തിരുനാളാണ് ഇത്. അതുകൊണ്ട് മരങ്ങൾ വീണ്ടും പൊട്ടിമുളച്ച് ഇലകളായി. അതുപോലെ തന്നെ ഈ വിന്റർ കാലത്ത് പ്രത്യേകിച്ച് ന്യൂയോർക്കിലും ചിക്കാഗോയിലും ഉള്ളവർക്കാണ് കൂടുതൽ അത് അനുഭവപ്പെടുക. കാരണം അവിടെയൊക്കെ സ്നോ വന്നു കഴിയുമ്പോൾ ഈ ചെറിയ കൂട് കൂട്ടി പക്ഷികളെല്ലാം അതിനകത്ത് ഡോർമെന്റ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ സ്പ്രിംഗായി കഴിയുമ്പോൾ അവരെല്ലാം പുറത്തു ചാടും. അതുപോലെ തന്നെ കൊത്തിൽ കഴിഞ്ഞിരുന്ന മൃഗങ്ങൾ, ചില മാനുകളൊക്കെ പുറത്തു ചാടുന്ന നേരമാണ്. മുയലുകൾ ചാടുന്ന ആ സമയത്താണ്. അതുകൊണ്ടാണ് മുയലിനെയൊക്കെ നമ്മൾ ഉയർപ്പിന്റെ പ്രതീകമായിട്ട് ചിത്രീകരിക്കുക. മുട്ട വിരിയുന്നു, മുട്ടയ്ക്കകത്ത് ജീവനുണ്ട്. അപ്പൊ അങ്ങനെ ഡോർമെന്റ് ആയിട്ട് കഴിയുന്ന ലില്ലി പൂക്കൾ, ആ പൂക്കൾ വിരിയുന്നത് അത് നമ്മുടെ വൈറ്റ്നസ്, നമ്മുടെ പ്യൂരിറ്റിയുടെ പ്രതീകമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെ, പ്രത്യാശയുടെ, കൂടുതൽ പകൽ കിട്ടുന്ന, കൂടുതൽ വെളിച്ചം കിട്ടുന്ന തിരുനാളായിട്ട് നമ്മൾ ഇതിനെ ആഘോഷിക്കുകയാണ്. ഈ ഈശോയുടെ ഉയർപ്പ് എന്ന് പറയുന്നത് ആകസ്മികമായിട്ട് ഉണ്ടാകുന്നതല്ല. മറിച്ച് അത് ഈശോ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക. 46 സംവത്സര കാലം കൊണ്ട് പണിതിട്ട് പൂർത്തിയാകാത്ത മഹാനായ ഹെറോദോസ് രാജാവ് പുനർനിർമ്മിച്ച ആ ദേവാലയത്തെ നോക്കി ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ ഇതിനെ പുനർജനിപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ ദേവാലയത്തെ കുറിച്ചല്ല, ഈശോയാകുന്ന ദേവാലയത്തെ കുറിച്ചാണ്. നിങ്ങൾ എന്നെ കൊന്നാലും മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഈശോ പറയുകയാണ്. മറ്റൊന്ന്, നീ രക്ഷകനാണെന്നുള്ളതിന് തെളിവെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഈ യോന പ്രവാചകന്റെ അടയാളമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. യോന 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിലായിരുന്നു. അതിന്റെ ഉദരത്തിൽ ദഹിപ്പിക്കുവാനായിട്ട് ആ തിമിംഗലത്തിന്റെ ഉദരത്തിന് കഴിയില്ല, മറിച്ച് അവൻ ഛർദ്ദിക്കുകയാണ് ചെയ്തത്. ചിലതൊക്കെ നമുക്ക് ദഹിക്കാതെ വരുമ്പോൾ നമ്മൾ പുറത്തോട്ട് ഛർദ്ദിച്ചു കളയും. അതുപോലെ തന്നെ യോനായ ഈ തിമിംഗലത്തിന് വിഴുങ്ങാൻ പറ്റാത്ത പോലെ ഈ ഭൂമിക്ക് ഈശോയുടെ ശരീരത്തെ വിഴുങ്ങാൻ സാധിക്കുകയില്ല, അത് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ഈശോ 3 പ്രാവശ്യം തന്നെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്തെല്ലാം ഈശോ പറയുന്നത്, അതിനുശേഷം 3-ാം ദിവസം ഞാൻ ഉത്ഥാനം ചെയ്യും. അതുകൊണ്ട് പ്രത്യാശയുടെ തിരുനാളാണ്. നമ്മൾ പറയും, ഈ ഡാർക്ക് കടലിന് അറ്റത്ത് ഒരു പ്രകാശം ഉണ്ടാകും. ചിലപ്പോഴൊക്കെ ആളുകൾ ചില കടലിൽ പെട്ടുപോകും, ചില ഈ ഖനികളിലൊക്കെ പെട്ട് മണ്ണിടിഞ്ഞ് അകത്തായി പോകും. എങ്കിലും അവർ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. തങ്ങളെ രക്ഷിക്കുവാൻ പുറത്തുള്ള തങ്ങളുടെ ബന്ധുക്കള്, അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാര്, മറ്റ് സാങ്കേതിക വിദഗ്ധരെ എങ്ങനെയെങ്കിലും മണ്ണ് മാറ്റി തങ്ങളെ പൊക്കിയെടുക്കും. ആ ഒരു പ്രത്യാശയോടെയാണ് അവര് ഗ്രൂപ്പ് ചെയ്യാതെ കാത്തിരിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇരുണ്ട നിമിഷങ്ങളുണ്ടാകും, നമ്മുടെ മുമ്പിൽ മണ്ണിടിച്ചിലുണ്ടാകും, നമ്മുടെ മുമ്പിൽ വലിയ ജ്വാലകളുണ്ടാകും, ചിലപ്പോൾ ജലപ്രളയം ഉണ്ടാകും. പക്ഷേ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, പ്രത്യാശയുണ്ടെങ്കിൽ നമ്മുടെ ആരും യൂദാസിനെ പോലെ കെട്ടിത്തൂക്കി ചാടേണ്ട കാര്യമില്ല. മറിച്ച് പത്രോസിനെ പോലെ ദൈവസന്നിധിയിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉദ്ധിതനായ ശേഷം കർത്താവ് ഗലീലിയ തടാകത്തിൽ നേരിട്ട് വന്നിട്ട് പത്രോസിനെ പ്രത്യേകമായി വിളിച്ചു, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവരാകാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾ അറിയാതെയും മറ്റുള്ളവരെ നിരാശയിലേക്ക്, ഡിപ്രഷനിലേക്ക്, മരണത്തിന്റെ വക്കിലേക്ക് തന്നെ എത്തിപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നില്ല. നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ട്. സെബസ്ത്യാനോസിന്റെ ശരീരത്തിലേക്ക് പടയാളികൾ അമ്പെയ്യുന്നത് പോലെ ഓരോരുത്തരെ അമ്പെയ്ത് കഴിയുമ്പോൾ പിന്നെ അവർക്ക് സർവ്വ പ്രത്യാശയും നഷ്ടപ്പെടുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അന്ധകാരം, എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കൾ, എങ്ങോട്ട് തിരിഞ്ഞാലും കൂത്തുവാക്ക് പറയുന്നവർ. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം.
നമ്മൾ ഒരു പക്ഷേ കുഞ്ഞുങ്ങളായിട്ടൊക്കെ എന്തിന് ആത്മഹത്യ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവരെ ആ രീതിയിലേക്ക് ആക്കി തീർക്കുന്നത് ഞാൻ നിങ്ങളുമാണ്, ഈ സമൂഹമാണ്. അതേക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. അപ്പൊ അതുകൊണ്ട് ഈശോയെ കുരിശിലേറ്റിയ ആ പടയാളികളെ പോലെ, ആ യഹൂദ പ്രമാണിമാരെ പോലെ, ആ പീലാത്തോസിനെ പോലെ കയ്യിൽ കഴുകി നമ്മളൊക്കെ മാറി നിൽക്കുമ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന അതിസഹനീയമായ വേദനകളെ കുറിച്ച് കൂടി നമ്മൾ ബോധവാന്മാരാകണം. അതുകൊണ്ട് നിരാശയിൽ നമുക്ക് പ്രത്യാശ കൊടുക്കുവാനും പ്രത്യാശ കണ്ടെത്തുവാനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും. അതാണ് നമുക്ക് ഈശോ നൽകുന്ന സന്ദേശം. നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്, അത് സ്വർഗരാജ്യമാണ്. നമ്മൾ ഒരിക്കലും കൈവിടാത്ത, നിന്റെ അമ്മ നിന്നെ മറന്നാലും, നിന്റെ അമ്മ നിന്നെ മരണത്തിലേക്ക് നയിച്ചാലും നിന്നെ നയിക്കുവാൻ ഒരു ദൈവമുണ്ട് എന്നുള്ള പ്രത്യാശ, അതാണ് ഈ ഉയർപ്പ് തിരുനാളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശം. അവിടെ നമുക്ക് നമ്മളോട് തന്നെ ചിന്തിച്ചു നോക്കാം. എൻ്റെ കുടുംബത്തിലെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ കെട്ടിവന്ന മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ടോ, അവരുടെയൊക്കെ ചങ്കിലേക്ക് വീണ്ടും കുന്തം കൊണ്ട് കുത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യേണ്ട സമയം കൂടിയാണിത്. എന്നിട്ട് നമുക്ക് പശ്ചാത്തലിക്കാം, ജീവിതത്തിൽ നവീകരണം വരുത്താൻ. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ ആരെന്നെ ക്രൂശിച്ചാലും എന്നെ സഹായിക്കുന്ന, എന്നെ കൈപിടിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുവാനും നമുക്ക് ഈ ദിനത്തിൽ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് കർത്താവിന്റെ ആ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും.